ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആസിഫ് അലീനെയാണ്. ഇപ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ ഫ്രീ ഹാൻഡ് തന്നെയാണ് ഒരു പിക്ചർ എടുത്തിട്ടുണ്ട് റെഫറൻസ്. അപ്പോൾ അത് നോക്കിയിട്ട് പതുക്കെ നമ്മൾ ആ ഒരു ഏകദേശം നോക്കി ട്രേസ് ചെയ്യാനാണ്. ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏത് സെക്ഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന വർക്കായാലും സ്റ്റഡീസായാലും നമ്മൾ ആ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യണം. അന്നേരം നമുക്ക് അതിലൊരു എളുപ്പം, അതിലൊരു സ്മൂത്ത് മൂവിങ് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറയണതല്ല, യഥാർത്ഥ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയണതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് തന്നെ ഫോളോ ചെയ്യുക. പ്രാക്ടീസാണ് ഏറ്റവും നല്ല ഷോർട്ട് കട്ട്. സോ നമ്മൾ ഷോർട്ട് കട്ട് തന്നെ പിടിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഹാപ്പിനെസ്, ഡിപ്രഷൻ, അങ്ങനെ കുറച്ച് വാക്കുകളുടെ ഇതാണ് ഞാൻ പറഞ്ഞത്. എത്രത്തോളം നമ്മളെ പോലത്തെ മനുഷ്യരെ അത് എന്താ പറയുക, നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് ആവണതെന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇത് രണ്ടും കൂടാതെ വേറെ ഒരു മനുഷ്യരുണ്ട്, നമ്മൾ മിഡിൽ ക്ലാസ് ആൾക്കാർ കൂടുതലും അങ്ങനെ തന്നെയാണ്. അതായത് വൺ സൈഡ് ഹാപ്പിനെസ് ആണെങ്കിൽ വൺ സൈഡ് ഡിപ്രഷനാണ്. അത് ബാലൻസായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന കുറേ നല്ല നല്ല മനുഷ്യരുണ്ട് കേട്ടോ. അതിന് ഏറ്റവും ആദ്യം ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഈ ഹൗസിംഗ് ലോൺ എടുത്തവർ, പിന്നെ കാർ ലോൺസൊക്കെ എടുത്ത ഒരു സൈഡ് ഭയങ്കര ഹാപ്പിനെസ്സും ഫാമിലിക്ക് വേണ്ടി എന്താ പറയുക, കുറേ കൂടി കംഫർട്ടിന് വേണ്ടിയും അവർ ലോണുകളെടുത്ത്, പിന്നെ വൺ സൈഡ് അവർ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ, അവരവരുടെ ഫാമിലിയെയും എന്താ പറയുക, പിള്ളേരായാലും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. വൺ സൈഡ് അവർ ശരിക്കും പറഞ്ഞാൽ ടോട്ടലി അവരുടെ ലൈഫ് ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു എമൗണ്ട് ആയിരിക്കും അവർ വർക്ക് ചെയ്ത പേ ഔട്ടിൽ നിന്ന് കട്ട് ചെയ്ത് പോണത്. അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ എനിക്കറിയാം കേട്ടോ. ഇഷ്ടംപോലെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇങ്ങനെ ലോണിൽ, ഹൗസിംഗ് ലോണൊക്കെ എടുത്തിട്ട് ഇടക്കിടക്ക് വന്നിട്ട് നമ്മുടെ അടുത്ത് അവരുടെ സങ്കടം പറയണത്, എൻ്റെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ വിഷമം പറയാറുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് എന്താ പറയുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ കംഫർട്ടിനും പിള്ളേരുടെ ഭാവിക്ക് വേണ്ടിയും എല്ലാം വേണ്ടിയാണത് ചെയ്യുന്നത്. പക്ഷേ ഉള്ളുകൊണ്ട് അവർ മേ ബി ഭയങ്കര ഡിപ്രഷൻ മോഡിലേക്ക് പോകണേണ് ഉള്ളുകൊണ്ട്. പുറത്ത് നല്ല ഹാപ്പിനെസ്സും ചിരിയൊക്കെ ആണെങ്കിലും ലൈഫ് ഭയങ്കര ഉള്ളുകൊണ്ട് ഭയങ്കര ഡള്ളായിരിക്കും. ഡള്ളാണെന്ന് മുഖത്തൂക്കിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 2-3 പേര് ഭയങ്കര ഇതായിട്ട്. ഞാൻ അങ്ങനെ ഇപ്പോൾ അവരോട് പറയാറുണ്ട്, അങ്ങനെ പറയരുത്. ഇതൊരു കുറച്ച് വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഞാനൊരു സൈറ്റിൽ കെമിക്കൽ അടിക്കാൻ വേണ്ടി പണിക്കാരായിട്ട് പോണേണ്. അപ്പോൾ അവിടെ ആ സൈറ്റിൽ ഒരു ഇൻചാർജ് ഉണ്ടായിരുന്നു, ഒരു പ്രായമായ ഒരു സാറാണ്. പുള്ളി എന്തോ ഗവൺമെൻറ് ജോലിയിൽ റിട്ടയറായിട്ട് പിന്നെ രണ്ടാമത് ഇങ്ങനെ സൈറ്റ് സൂപ്പർവൈസർ ടോട്ടൽ ഇൻചാർജായിട്ട് മാനേജർ പോലെ പോസ്റ്റിൽ കയറിയതാണ്. അപ്പോൾ ഈ പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയുമാണ്. ആ പുള്ളിയുടെ സ്മൈൽ, റിട്ടയർ ആയതാണ്, എന്നാലും ആ പുള്ളിയുടെ സംസാരവും ആ ഒരു പ്രസൻറ്റേഷൻ, ഫേസ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പെട്ടെന്ന് ആരായാലും കണ്ടാൽ അപ്പം തന്നെ ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണുള്ള പുള്ളിയാണ് കേട്ടോ. പുള്ളീനെ ഓർത്തിരിക്കാൻ കാരണം വെച്ചാൽ പുള്ളി എന്നെ കാണുമ്പോഴത്തേക്ക് എൻ്റെ പേരിങ്ങ് ഉറക്കെ വിളിക്കും, ഹലോ എന്ന് പറഞ്ഞ്, നീരജ് എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കും. അപ്പോൾ ഞാനിപ്പോൾ നമ്മളിങ്ങനെ അത്രയും ഒരു ഓപ്പണായിട്ടുള്ള ആളൊന്നും അല്ല, അങ്ങനെ ഭയങ്കര ബ്രോഡ് മൈൻഡൊന്നുമല്ല, നമ്മൾ സാധാരണ ഇതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പുള്ളി എന്നോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് പോലെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു കേട്ടോ. എല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങളും പറയും, വേണ്ട കാര്യങ്ങൾ, എനിക്ക് ഹെൽപ്പ് അവിടെ സൈറ്റിൽ വേണ്ട കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തു തരും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് നാൾ വർക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ തീരുന്നതിനനുസരിച്ചാണ് നമ്മൾ കെമിക്കൽ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ
അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും കണ്ടത് വന്നപ്പോൾ പുള്ളി ഭയങ്കര ഒരു മുഖത്ത് എന്താ പറയുക, അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഇല്ല. എവിടെയോ ഭയങ്കര ഒരു വിഷാദം പോലെ, ഒരു ഇഴഞ്ഞു പിടിച്ച് വന്ന പോലെ ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ കുറേ 2-3 ദിവസം ഞാൻ ഇങ്ങനെ നോക്കി പുള്ളിയുടെ ബിഹേവിയർ ഇതൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പതുക്കെ പുള്ളിയുടെ ഇങ്ങനെ ഒറ്റ കിട്ടിയപ്പോൾ സാറിനോട് ഇങ്ങനെ ചോദിച്ചു, സാറേ ഇങ്ങനെ എന്ത് സാറേ ഭയങ്കര ഒരു ഡസ്റ്റ് പോലെ ഉണ്ടല്ലോ, പഴയ എനർജി ഒന്നും ഇല്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പുള്ളി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പുള്ളി പറഞ്ഞു, തിരിച്ചേ ഞാനിങ്ങനെ ലോൺ എടുത്തായിരുന്നു, ഹൗസിങ് ലോൺ എടുത്തായിരുന്നു 10 വർഷത്തേക്ക്. അപ്പോൾ എൻ്റെ ഇതൊക്കെ കണ്ടിട്ടാണ് അവർ തന്നത്. എന്താ പറയുക, എൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് പുള്ളി നമുക്ക് ലോൺ കിട്ടിയത്. നല്ലൊരു ബാങ്കിൽ നിന്ന് തന്നെയാണ് ലോൺ കിട്ടിയത്. പക്ഷേ എന്താ പറയുക, കഴിഞ്ഞ 2-3 മാസം മുമ്പായിട്ട് ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു അലയൻസ് വന്നു. അപ്പോൾ പുറത്തുള്ളതായതുകൊണ്ട് വേഗം തന്നെ അവർ ഫിക്സ് ചെയ്ത് എല്ലാം എഴുപിടിയെന്ന് പറഞ്ഞ് ഞങ്ങൾ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ EMI ഒരു 3 മാസത്തോളം മുടങ്ങിയെന്ന് എനിക്ക് 3 മാസത്തോളം മുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഈ സംസാരം വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് മാറി. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോയി. പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ പെട്ടെന്ന് ഇത്രയും ഫണ്ടും വന്നിട്ടില്ല, എന്താവുമെന്ന് അറിയില്ല. അങ്ങനെ പുള്ളി ഇങ്ങനെ ഭയങ്കര ഡെസ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ശരിക്കും ആ ഫേസും ആ ശരീരഭാവം കണ്ടാൽ നമുക്കെന്നെ സഹിക്കാൻ പറ്റില്ല. കാരണം അത്രയും ഉഷാറായിട്ട് ഞാൻ കണ്ടൊരു വ്യക്തിയാണ്. ഞാൻ അത്രയും ഭയങ്കര റെസ്പെക്റ്റ് ചെയ്ത ഒരാളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയൊരു വ്യക്തിയാണ്. എൻ്റെ മുമ്പിൽ ഇത്രയും പ്രായമായിട്ടും പുള്ളി നല്ല ഉഷാറായിട്ട്, ഞാനൊന്നും അത്രയും ആക്റ്റീവല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പുള്ളിയുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത്രയും ഇങ്ങനെ ഇതിൽ വന്ന് വീണല്ലോ എന്നുള്ളത്. പക്ഷേ പുള്ളി പറഞ്ഞ അവസാനത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് വെച്ചാൽ നാട്ടിലേക്ക് പോകുക എന്നുള്ളതാണെന്ന് പുള്ളി എന്നെ അന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പോഴും പിന്നെ നമ്മുടെ വർക്ക് കഴിഞ്ഞ് നമ്മൾ പോവുകയും ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ അവിടെ 2ാമത് വർക്കിന് വേറെ ആരോടാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനെ സാറിന് അന്വേഷിച്ചപ്പോൾ സാറ് നാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞ്, ഇവിടെയുള്ള ഫ്ലാറ്റ് കൊടുത്തു എന്നിട്ട് നാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ തോന്നി. കാരണം അത്രയും കുറേ നാൾ ഇത്രയും റെസ്പെക്റ്റോടെ ഇത്രയും എന്താ പറയുക, നല്ലൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ക്യാഷും പോയി, പിന്നെ ഫ്ലാറ്റും പോയി, എല്ലാം പോയി. അവസാനം ആകെ ഡിപ്രഷനായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നാണ് പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി. കാരണം അത്രയും എന്നോട് ക്ലോസ് ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. എല്ലാ കാര്യത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യണമായിരുന്നു. അയാൾ 3-4 സൈറ്റിൽ സൂപ്പർവൈസറായിരുന്നു പുള്ളി. ഒറ്റ സൈറ്റ് മാത്രമല്ല, പുള്ളി 3-4 സൈറ്റിൽ നോക്കുമായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ പുള്ളി അവിടെ വന്ന് നമുക്ക് അവിടെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ചെയ്തു തരുമായിരുന്നു. അപ്പോൾ അതെനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ അത്രയും നല്ല മനുഷ്യർ എന്താ പറയുക, അവരും മനസ്സായി ഡിപ്രഷനൊക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മുടെ ചുറ്റിലും ഉണ്ടാവും ഇങ്ങനെ കുറേ നല്ല മനുഷ്യർ, അല്ലേ? എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ കുറേ നല്ല മനുഷ്യർ പെട്ടെന്ന് ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ ഒരു വിഷാദത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ. അതും ഇത്രയും കുറച്ചും കൂടി പ്രായമുള്ള ആളാകുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു വിഷം പോലെ തോന്നിയായിരുന്നു. ഇത് കുറച്ച് വർഷങ്ങൾ മുമ്പ് നടന്നൊരു സംഭവമാണ് കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ ഹാപ്പിനെസ്സും ഡിപ്രഷനൊക്കെ ഒരേപോലെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അങ്ങനെ കുറേ പേരുണ്ട്, കുറേ നല്ല മനുഷ്യരുണ്ട്. നമ്മൾക്ക് ചെയ്യാവുന്ന എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കഴിവതും ഓവറായിട്ടുള്ള ലോഡ് എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏകദേശം നമ്മുടെ ആസിഫ് അലി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ വിട്ടുകളയുക. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് സംസാരിച്ച ഈ ഹാപ്പിനെസ് ആൻഡ് ഡിപ്രഷൻ രണ്ടും കൂടി ചേർന്ന് ജീവിക്കുന്ന കുറേ നല്ല മനുഷ്യരെ കുറിച്ചാണ് സംസാരിച്ചത് കേട്ടോ. നമ്മുടെ ചുറ്റുമുണ്ടാവും ഇഷ്ടംപോലെ നല്ല മനുഷ്യർ, അങ്ങനത്തെ ആൾക്കാർ. അത് ലോൺ എടുത്തവർ മാത്രമല്ല കേട്ടോ, അല്ലാതെയും ഏതെങ്കിലുമൊക്കെ പഠിത്തത്തിൽ തൊട്ട് തന്നെ തുടങ്ങുന്ന ഏത് മേഖലയിലായാലും ഇങ്ങനെ കുറച്ച് നല്ല മനുഷ്യരുണ്ട്. ഇടയ്ക്ക് ഏതോ ഒരു നിമിഷത്തിൽ അതിൽ പെട്ടുപോയി പിന്നീട് ഊരാൻ പറ്റാതെ ഡിപ്രഷനിലേക്ക് പോകുന്നതും, അതുകൂടാതെ ഫാമിലി ഡിസ്പ്യൂട്ടായി പോകുന്നതും, പിന്നെ ആത്മഹത്യയിലേക്ക് പോകുന്നതും, അങ്ങനെ കുറേ കാര്യങ്ങൾ. അവരെ ശരിക്കും യഥാർത്ഥത്തിൽ അവർ നല്ല മനുഷ്യരായിരിക്കുകയാണ് കേട്ടോ.
അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അവരെ പോലത്തെ നല്ല മനുഷ്യർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഒന്ന് സംസാരിച്ചത്. ഓക്കെ, നൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ബൈ.